Hello guys, welcome back to my YouTube channel. Soft voice, strong soul, infinite spark. Welcome to Midnight Spark. കണ്ടില്ലേ, ഈ ഒരു വീഡിയോ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇപ്പം ബിഗ് ബോസിനുള്ളിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ട് നടക്കുന്നത്. അപ്പാന ശരത്തിനെയും ബിൻസിനെയും കുറിച്ചുള്ള ചർച്ചകളാണ് ബിഗ് ബോസിൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു ബിൻസി ഇവിക്റ്റ് ആയി പോയി കഴിഞ്ഞപ്പം ഇവർ തമ്മിലുള്ള ഈ ഒരു ഇമോഷണൽ ബോണ്ടിങ് കാണിച്ച് പുറത്ത് വന്നപ്പോൾ അത് ബാക്കിയുള്ള ആൾക്കാരുടെ മനസ്സിലുണ്ടാക്കിയ കാര്യങ്ങളാണ് ഇപ്പം അവരുടെ ഓരോരോ വഴക്കുകളിലൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിലിപ്പോൾ പെട്ടുപോയത് ആരാണ്? അപ്പാന് ശരത്താണ് പെട്ടുപോയത്. കാരണം ഭാര്യയും മക്കളും പുറത്തുണ്ട്, അവർ ഈ ഒരു ഷോ കാണുന്നുണ്ട്. അപ്പം അവരെന്ത് വിചാരിക്കും? ബിൻസിയോട് കുറച്ച് ഇമോഷണൽ ബോണ്ടിങ് ഈ ഒരു അപ്പാന ശരത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് ഇവർ പറയുന്ന പോലത്തെ ഒരു ബോണ്ടിങ് ആയിരിക്കുമോ? കാരണം ഇത്രയും ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോണ്ടിങ് നടത്താൻ വേണ്ടിയിട്ട് അത് ശരിക്ക് ഇങ്ങനെ ഒരു ഇമോഷണൽ ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് എന്തോ ആയിക്കോട്ടെ, ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം ലവ് ആണെങ്കിൽ അങ്ങനെ ഇങ്ങ് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പാന ശരത്ത് പൊട്ടനായിരുന്നോ? അല്ലല്ലോ. അപ്പം അത് ഈ ആൾക്കാർ പറയുന്ന പോലെ, അല്ലെങ്കിൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് പറയുന്ന പോലെ, അനുമോള് വിളിച്ച് പറഞ്ഞതുപോലെ അപ്പാന ശരത്ത് കാരണമായിരിക്കുമോ ബിൻസിയെ എവിക്റ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇവരുടെ റിലേഷൻഷിപ്പ് ബിഗ് ബോസ് പോലും തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കുമോ എവിക്റ്റ് ചെയ്തിട്ടുണ്ടാവുക? എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അപ്പാന ശരത്തിന് ഇതിപ്പം നല്ല രീതിയിൽ തളർത്തിയിട്ടുണ്ട്. ശരത്തിനെ ഈ ഒരു വിഷയം നല്ല രീതിയിൽ തളർത്തിയിട്ടുണ്ട്. അതായത് ഷാനവാസിൻ്റെയും അനുമോളുടെയും പ്രവർത്തികളും അവർ സംസാരിച്ച വിധവും നല്ല രീതിയിൽ ഈ ഒരു അപ്പാന ശരത്തിനെ തളർത്തിയിട്ടുണ്ട്. കാരണം ഇതെല്ലാം കണ്ടുകൊണ്ട് ഭാര്യ എന്നൊരാൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഭാര്യ പ്രഗ്നൻ്റ് കൂടിയാണ്. ആ ഒരു സ്ത്രീ ഇതെങ്ങനെ എടുക്കും, ആ ഒരു പെർട്ടിക്കുലർ അഭിമുഖീകരിക്കും എന്നുള്ള കാര്യം അപ്പാന ശരത്തിന് നല്ല രീതിയിലുള്ള ടെൻഷൻ ഇപ്പം മുഖത്ത് കാണുന്നുണ്ട്. ആർക്കായാലും വരും. അവർ എന്ത് ട്രാക്കാണ്, എന്ത് ഗെയിം ആണ് അവർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അതെന്ത് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളത് കുറച്ചൊന്ന് പേഴ്സണലായിട്ട്, അത് 2-3 ദിവസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ഒന്ന് പേഴ്സണലായിട്ട് ഇടപഴകിയത് ബിഗ് ബോസ് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. പിന്നെ അതിനുള്ളിലുള്ള ആൾക്കാർ അവരെന്തായാലും കാണുന്നുണ്ടല്ലോ, കാരണം എല്ലാവർക്കും എല്ലാവരെയും കാണാം. പിന്നെ ക്യാമറേൻ്റെ മുമ്പിൽ 24/7 ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണുന്ന ആൾക്കാർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇവർ തമ്മിൽ നല്ല ബോണ്ടിങ് ആണ്, നല്ലൊരു കണക്ഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ബിഗ് ബോസ് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം പുറത്ത് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കില്ല എന്ന് അപ്പം ബിഗ് ബോസ് ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആക്ച്വലി ഒരു RJ ബിൻസിനെ എവിക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആ ഒരു സ്ഥലത്ത് ശൈത്യനെയായിരുന്നു എവിക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. ശൈത്യ ഇതുവരെ ഒരു എഫേർട്ട് ഇട്ടിട്ട് ഗെയിം കളിച്ചതോ ഒരു കാര്യങ്ങളും ചെയ്തതോ ഞാനതുവരെ കണ്ടിട്ടില്ല. തീരെ സൈലൻ്റായിട്ട് ഒന്നിലും ഉൾപ്പെടാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ശൈത്യ. അപ്പം അവരായിരുന്നു പുറത്തു പോകേണ്ടുന്നത്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് RJ ബിൻസി പുറത്ത് പോയതാണോ എന്ന് പലർക്കും സംശയമുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു കാര്യമാണ് ഇപ്പം ബിഗ് ബോസിൽ കത്തിക്കയറിക്കൊണ്ട് നിൽക്കുന്നത്. RJ ബിൻസിയുണ്ട് അപ്പാന ശരത്ത് റിലേഷൻഷിപ്പ് എന്താണ്? അത് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് അല്ല എന്നാണ് ഒന്നടങ്കം എല്ലാവരും പറയുന്നത്. അപ്പം ഇതിലിപ്പം മെൻ്റലി ഡൗൺ ആയി പോയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ് ഇപ്പം അപ്പാന ശരത്ത്. നല്ല രീതിയിൽ ഗെയിം കളിച്ച് നിന്ന ആളായിരുന്നു, പക്ഷെ ഇപ്പം ഫുൾ ഇമോഷണലി ഡൗൺ ആയിട്ടുണ്ട്. ഇതിന് ഷാനവാസിൻ്റെ ഒരു ഇമോഷണൽ ഡൗൺ ആക്കി ഗെയിമിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കാനുള്ള ഒരു കളിയാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു ഗെയിമാണ്. ഇതിൽ ആര് ജയിക്കുന്നോ, ആര് വിൻ ചെയ്യുന്നോ അവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പം എങ്ങനെ വേണമെങ്കിലും ഇതിൽ ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് നേരിടാൻ പറ്റും. സോ നമുക്കറിയില്ല എന്തൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും അപ്പാന ശരത്ത് ഇപ്പം എല്ലാ തരത്തിലും പെട്ടിരിക്കുകയാണ്. കാര്യം ഭാര്യനെ എങ്ങനെ കൺവിൻസ് ചെയ്യും, ഭാര്യനോട് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും,
ആർക്കാണെങ്കിലും അതൊരു ടെൻഷൻ തന്നെയായിരിക്കും. അപ്പം ഇതാണ് ഇപ്പം ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.